എപ്പിസോഡ് ഓപ്പണിംഗ് സീനിലാണെങ്കിൽ കവാക്കി അവൻ ഞെട്ടി എഴുന്നേക്കാണ്. അവൻ ചുറ്റും നോക്കും. ഞാനിപ്പോൾ എവിടെയാ? എനിക്ക് എന്താ സംഭവിച്ചേ? എന്നാരാ ഇവിടേക്ക് കൊണ്ടുവന്നെന്നൊക്കെ ചോദിക്കും. അവന് ചുറ്റും ഇപ്പോൾ നറൂട്ടോയും ഷിക്കമരുവും കൊനാമാരുവും അവരങ്ങനെ നിരന്ന് നിൽക്കുകയാണ്. നറൂട്ടോ ആണെങ്കിൽ അവനോട് പറയും, ഇതും കൂടെ ചേർത്ത് നമ്മൾ രണ്ടാമത്തെ തവണയാണ് ഫേസ് ടു ഫേസ് കാണുന്നത്. ആക്ച്വലി ഞങ്ങൾ നിന്റെ ശത്രുക്കളല്ല, ഞാൻ ഹിഡൻ ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗെയാണ് നറൂട്ടോ എന്ന് പറയും. അവനാണെങ്കിൽ അതിന് മറുപടി ഒന്നും പറയാതെ ആ വിൻഡോ അത് തല്ലി തകർത്ത് പുറത്തേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ്. അതിൽ ഷിക്കമരു ആണെങ്കിൽ അവന്റെ ഷാഡോ പവർ ഉപയോഗിച്ച് അവനെ ലോക്ക് ചെയ്ത് അവിടെ എത്തും. അതിനുശേഷം അവർ ഒരുപാട് ചോദ്യങ്ങൾ അവനോട് ചോദിക്കും. പക്ഷേ അതിനൊന്നും തന്നെ മറുപടി പറയാതെ അവൻ അങ്ങനെ ഇരിക്കുകയാണ്. അല്പസമയം കഴിയുമ്പോൾ നറൂട്ടോയും ഷിക്കമരു അവർ രണ്ടുപേരും പുറത്തേക്ക് വരും. നറൂട്ടോ ഷിക്കമരുവിനോട് പറയും, തൽക്കാലം അവൻ ഈ ലാബിൽ തന്നെ ഇരിക്കട്ടെ, അവൻ എവിടേക്കും പോകാനായിട്ട് പാടില്ല. അതിന് ഷിക്കമരു പറയും, നറൂട്ടോ നീ എന്തായി പറയണേ? ബ്രഹ്മാരും നമുക്ക് തന്ന റിപ്പോർട്ട് അത് നീയും വായിച്ചതല്ലേ? അവൻ കാരയുടെ ആളാണ്. ഒരുപക്ഷെ അവനെ അന്വേഷിച്ച് കാര അവൻ എവിടേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല അവൻ കാരയുടെ സ്പൈ ആണോ എന്ന് പോലും നമുക്കറിയില്ല. സോ ഇങ്ങനെയൊരു സന്ദർഭത്തിൽ റിസ്ക് എടുക്കുന്നത് വലിയ ആപത്താണ്. ഉടനെ നറൂട്ടോ ആണെങ്കിൽ ചിരിക്കും, എന്റെ ബോഡിയിൽ ഒരു 9 tail ഫോക്സ് ഉള്ള കാര്യം നീ മറന്നുപോയോ? അവന്റെ പവറിനെ കുറിച്ച് എനിക്ക് നന്നായിട്ട് അറിയാം. അവന് പറ്റിയ ഓപ്പണന്റ് ഞാൻ തന്നെയാണ്. സോ ഞാൻ തന്നെ അവന് കാവൽ നിൽക്കും. ഒരു കാലത്ത് ലീഫ് വില്ലേജിലുണ്ടായിരുന്ന എല്ലാവരും എന്നെ കണക്കാക്കിയിരുന്നത് ഒരു മോൺസ്റ്ററായിട്ട് മാത്രമാണ്. ഹൊക്കാഗ ആള് മാത്രമാണ് എന്നെ ഒരു മനുഷ്യനായി കണ്ടെത്തി ഈ നറൂട്ടോ ആക്കി മാറ്റിയത്. സോ അതുകൊണ്ട് തന്നെ എനിക്കും അവന്റെ ഉള്ളിലെ സത്യം അതെന്താണെന്ന് തിരിച്ചറിയണമെന്ന് നറൂട്ടോ പറയും. കട്ട് ചെയ്ത മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഡോക്ടർ ആളാണെങ്കിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇപ്പോ അവന്റെ ബോഡിയിലുള്ള പാർട്ടിക്കിൾസും അവന്റെ ബോഡിയുടെ പ്രത്യേകതയും സെല്ലുകളുടെ പ്രത്യേകതയും ബ്ലഡിന്റെ പ്രത്യേകതയും അങ്ങനെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഡോക്ടർ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്നത് 5 വില്ലേജിലുള്ള ഹൊക്കാഗമാർക്കാണ്. നറൂട്ടോ ആണെങ്കിൽ ഒരു ഫൈക്കാഗെ മീറ്റിംഗ് അവിടെ അറേഞ്ച് ചെയ്തു. ടാസ്കി ആണെങ്കിൽ അവനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കും. അവന് സ്പെഷ്യൽ എബിലിറ്റീസ് ഉണ്ട്. അവന്റെ കയ്യിലെ കർമ്മ പവർ അതുപയോഗിച്ച് വളരെ വേഗത്തിൽ മറ്റുള്ളവരുടെ പവർ അബ്സോർബ് ചെയ്യാനും അവരെ ഡിഫീറ്റ് ചെയ്യാനും അവനെ കൊണ്ട് സാധിക്കും. മാത്രമല്ല അവൻ കംപ്ലീറ്റ് ആയിട്ട് ക്രിയേറ്റ് ആയിരിക്കുന്നത് സയന്റിഫിക് നിഞ്ച ടൂൾസ് ഉപയോഗിച്ചാണ്. അതുകൊണ്ട് തന്നെ അവന്റെ ബോഡി പാർട്ടിക്കിൾസ് പല പല ടൂൾസ് ആയിട്ട് ഞൊടിയിടയിൽ കൺവേർട്ട് ചെയ്ത് അറ്റാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. മാത്രമല്ല റീജനറേഷൻ പവർ അതും അവന് കൂടുതലാണ്. അതിലേറ്റവും പ്രധാനമായിട്ട് അവന്റെ കയ്യിലുള്ള കർമ്മ പവറാണ്. അതേ കർമ്മ പവർ തന്നെ ലീഫ് വില്ലേജ് ഹൊക്കാഗയുടെ മകൻ ബൊറൂട്ടോയുടെ കയ്യിലുമുണ്ട്. സോ അതെന്താണെന്ന് നമ്മൾ കണ്ടെത്തണമെന്ന് പറയും. അത് കേട്ട് ബാക്കിയുള്ള ഓരോ ഗ്രാമത്തിലെയും ഹൊക്കാഗമാര് അവര് ടെൻസ്ഡ് ആവുകയാണ്. അവര് പരസ്പരം പറയും, സത്യത്തില് ഈ ഫൈക്കാഗെ മീറ്റിംഗ് വളരെയധികം യൂസ്ഫുൾ ആയിരുന്നു. ശരിക്കും ഇതിനെക്കുറിച്ച് എല്ലാവരും അറിയണം. നമ്മൾ വളരെയധികം ഇതോട് വേണം ഈ കാര്യങ്ങളെല്ലാം ഹാൻഡിൽ ചെയ്യാൻ, അല്ലെങ്കിൽ പല ഗ്രാമങ്ങൾക്കും ഇത് വലിയ വിപത്തായി മാറും. നറൂട്ടോ ആണെങ്കിൽ എല്ലാവരോടുമായിട്ട് പറയും, കാറ ഒരു വെസലായിട്ടാണ് അവനെ കാണുന്നത്. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ അവനെ തേടി കാറ ഇവിടേക്ക് എത്തും. ഞാൻ അവനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഒരുപാട് ശ്രമിച്ചു. പക്ഷേ അവൻ പേടി കൊണ്ടോ മറ്റെന്തൊക്കെയോ കൊണ്ടോ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തയ്യാറാവുന്നില്ല. പക്ഷെ പേടിക്കേണ്ട ആവശ്യമില്ല. തീർച്ചയായിട്ടും അവൻ എൻ്റെ സൂപ്പർവിഷനിൽ തന്നെ ഉണ്ടാവും. അവനോട് എങ്ങനെയെങ്കിലും സംസാരിച്ച് അവൻ്റെ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കും. അതേസമയം ഡോക്ടർ ആണെങ്കിൽ ഇപ്പോൾ അവൻ്റെ വിഷ്വൽസ് കാണിച്ചു കൊടുക്കും. നറൂട്ടോയുടെ ഒരു ക്ലൗൺ അതിപ്പോഴും അവനെ ചെക്ക് ചെയ്ത് അവൻ്റെ അടുത്ത് തന്നെ ഉണ്ട്. അത് കാണുമ്പോൾ ബാക്കിയുള്ള ഒക്കാഗമാർക്ക് ഭയങ്കര അത്ഭുതം. 5 നേഷൻസിലെ ഒക്കാഗമാരും ഇപ്പൊ നറൂട്ടോയ്ക്ക് നല്ല സപ്പോർട്ട് കൊടുക്കും. ഇവിടെ നറൂട്ടോ ആണെങ്കിൽ കവാക്കിക്ക് ഒരു ഡ്രിങ്ക് കുടിക്കാനായിട്ട് കൊടുക്കും. അതേസമയം റെസ്റ്റോറൻറ്റിൽ ബൊറൂട്ടോയും ഒരു ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ച് അവന്റെ കയ്യിലെ ആ കർമ്മ പവർ അതിലേക്ക് തന്നെ നോക്കി നിൽക്കുകയാണ്. ചാരുടെയും മീറ്റ്സുകയാണെങ്കിൽ ഒരു ഭാഗത്തിരുന്ന് നന്നായിട്ട് സംസാരിക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അവരോട് ബൈ ഒക്കെ പറഞ്ഞ് സെൻസായിയുടെ ആ വീട്ടിലേക്ക് വരികയാണ്. മരിക്കുന്നതിന് മുൻപ് സെൻസായി ഒരു പെറ്റ് ആമയെ അവനെ ഏൽപ്പിച്ചതാണ്. അതിന് ഫുഡ് കൊടുക്കാൻ ബൊറൂട്ടോ അതിന്റെ അടുത്തേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ ആ ആമയ്ക്ക് ഫുഡ് കൊടുക്കും. അതാണെങ്കിൽ ചെറുതായിട്ട് ബൊറൂട്ടോയുടെ കയ്യിൽ കടിക്കുകയാണ്. അടുത്ത നിമിഷം ഡോർ തുറന്ന് കൊനാമാരു അവിടേക്ക് വരും. കൊനാമാരുവിന് ബൊറൂട്ടോയെ കണ്ട് ഭയങ്കര അത്ഭുതം. അതിന് ബൊറൂട്ടോ പറയും, അതായത് ഒരു ആമയെ എന്നെ ഏൽപ്പിച്ചാണ് പോയത്. അതിന് ഫുഡ് കൊടുക്കാനാണ് ഞാൻ ഇവിടേക്ക് വന്നത്. മാസ്റ്റർ കൊനാമാരു, നിങ്ങൾ ഈ ഫ്ലോറിലൂടെ നടക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം. ഇതൊരു പഴയ വീടാണ്. എപ്പോൾ വേണമെങ്കിലും ഇത് ഇടിഞ്ഞു വീഴാം. കൊനാമാരു വണ്ടർ അടിച്ച് ആ ബിൽഡിംഗ് മൊത്തമായിട്ടൊന്ന് നോക്കും. അത് തകർന്ന് താഴെ വീഴാൻ പാകത്തിന് നിൽക്കുകയാണ്. ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ ആ സെൻസായുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്തതും ആൾക്ക് ഫുഡ് വാങ്ങി കൊടുത്തതും ആളുടെ സ്റ്റോറി പറഞ്ഞതും അങ്ങനെ എല്ലാ കാര്യങ്ങളും കൊനാമാരുമായിട്ട് ഇപ്പൊ ഷെയർ ചെയ്യും. ബൊറൂട്ടോ ആണെങ്കിൽ സ്റ്റോറി എല്ലാം പറഞ്ഞ് ചിരിക്കും. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു സെൻസായെ കാണുന്നത്. കയ്യിൽ 5 പൈസയുടെ സേവിങ്സ് പോലും സെൻസായിക്ക് ഉണ്ടായിരുന്നില്ല. ആൾ എപ്പോഴും പ്രസന്റിലാണ്
ജീവിച്ചുകൊണ്ടിരുന്നത്. മറ്റുള്ളവരെ സഹായിച്ചും അതിൽ സന്തോഷം കണ്ടെത്തിയും ആളങ്ങനെ ആളുടെ ലൈഫ് മുൻപോട്ടേക്ക് കൊണ്ടുപോയി. എനിക്ക് സെൻസായെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ് ബൊറൂട്ടോ ആണെങ്കിൽ കരയാൻ തുടങ്ങും. അത് കണ്ട് കൊനാമാരു അവന്റെ തോളത്ത് തട്ടി ആ റൂം മുഴുവൻ ചെക്ക് ചെയ്യാണ്. അപ്പൊ ദൂരത്തായിട്ട് കൊനാമാരുവിന്റെ ഗ്രാൻഡ് പാ തേർഡ് ഹൊക്കാഗയുടെ ഒരു ഫോട്ടോ കാണും. അവനാണെങ്കിൽ അത്ഭുതത്തോടു കൂടെ ആ ഒരു ഫോട്ടോ കയ്യിലെടുക്കുകയാണ്. ആ ഫോട്ടോയോട് കൂടെ ചേർന്നിരിക്കുന്ന ലെറ്റർ കണ്ട് കൊനാമാരു ഷോക്കാവും. ഓ ഗോഡ്, ഇത് ഈ ഒരു ലെറ്റർ എൻ്റെ ഗ്രാൻഡ് പ എഴുതിയതാണ്. ഇവനും എൻ്റെ ഗ്രാൻഡ് പ ആയിട്ട് ഇത്ര അടുപ്പമുള്ള കാര്യം എനിക്ക് അറിയില്ലായിരുന്നു. ഫോട്ടോ ആണെങ്കിൽ ഒരു സെക്കൻഡ് ഇപ്പൊ സെൻസായി പറഞ്ഞ പഴയ കാര്യങ്ങളെല്ലാം ആലോചിക്കും. പക്ഷെ ആ കാര്യങ്ങൾ ഒരിക്കലും മറ്റാരോടും തന്നെ ഷെയർ ചെയ്യാൻ പാടില്ല എന്ന് സെൻസായി അവനോട് പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അവൻ കൊനാമാരുവിനോട് ആ കാര്യങ്ങളൊന്നും തന്നെ ഷെയർ ചെയ്യില്ല. അങ്ങനെ അവർ വീണ്ടും ക്യാഷ്വലായിട്ട് സംസാരിച്ച് കൊനാമാരു ആണെങ്കിൽ ഇത്തവണ ആ ആമയ്ക്ക് ഫുഡ് കൊടുക്കും. അതാണെങ്കിൽ കൊനാമാരുവിന്റെ കയ്യിലൊന്നും കടിക്കാതെ വളരെ ഇഷ്ടത്തോടു കൂടെ അവന്റെ കയ്യിൽ നിന്ന് ഫുഡ് വാങ്ങി കഴിക്കും. ബൊറൂട്ടോ, എനിക്ക് ഈ ആമയെ ഒരുപാട് ഇഷ്ടമായി. നിനക്ക് വിരോധമില്ലെങ്കിൽ ഇന്നു മുതൽ ഇതിന്റെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. അത് കേട്ട് സന്തോഷത്തിൽ ബൊറൂട്ടോയെ ഓക്കെ പറയും. കട്ട് ചെയ്ത ഇവിടെ കവാക്കിയും നറൂട്ടോയും അവർ രണ്ടുപേരും കാഷ്വലായിട്ട് അങ്ങനെ നടന്നു പോവും. കവാക്കി ചോദിക്കും, സത്യം പറയും, നിങ്ങൾ എന്നെ ഇപ്പൊ എവിടേക്ക് കൂട്ടിക്കൊണ്ട് പോണേ? ഉടനെ ബൊറൂട്ടോ ആണെങ്കിൽ അവനെ നോക്കി ചിരിച്ച്, നീ ടെൻഷൻ ആവേണ്ട കാര്യമില്ല, ഞാനിപ്പോ നിന്നെ കൊണ്ടുപോകുന്നത് എന്റെ വീട്ടിലേക്കാണ്. അവിടെ എന്റെ വൈഫുണ്ട്, ബൊറൂട്ടോ ഉണ്ട്, അവന്റെ അനുജത്തിയുണ്ട്. സത്യത്തില് നിനക്ക് നിന്റെ പഴയ കുട്ടിക്കാലം എല്ലാം അവിടുന്ന് വീണ്ടെടുക്കാനായിട്ട് കഴിയും. എൻ്റെ വൈഫ് ഒരു നല്ല കുക്കാണ്, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണങ്ങളെല്ലാം അവൾ ഉണ്ടാക്കി തരും. നറൂട്ടോ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ പറഞ്ഞ് തിരിഞ്ഞു നോക്കുമ്പോഴായിരിക്കും അവൻ അവന്റെ പുറകിലില്ല എന്നുള്ള സത്യം മനസ്സിലാക്കുക. അവനാണെങ്കിൽ 1 കിലോമീറ്റർ ഓടിക്കഴിഞ്ഞു. കവാക്കിയുടെ ഒരേ ഒരു ലക്ഷ്യം എങ്ങനെയെങ്കിലും അവിടുന്ന് രക്ഷപ്പെട്ടു പോവുക എന്നത് മാത്രമാണ്. കവാക്കിയാണെങ്കിൽ വമ്പം ഫോഴ്സിൽ ചാടി ഓടി ഒരു മതിലിന്റെ അടുത്തേക്ക് വരും. അപ്പൊ അവന്റെ തൊട്ടു മുൻപിൽ കാഷ്വലായിട്ട് മതിലിൽ ചാഞ്ഞു നിൽക്കുന്ന നറൂട്ടോയെ കാണും. അവൻ നറൂട്ടോയെ കണ്ട് ഷോക്കായി വീണ്ടും അവിടുന്ന് തിരിഞ്ഞോടി വീടിന്റെ മുകളിലൂടെയും ഊടുവഴിയിലൂടെ ഒക്കെ ഓടി മറ്റൊരു ഭാഗത്തേക്ക് വരും. അവിടെയാണെങ്കിൽ നറൂട്ടോ ഹായായിട്ട് അവനെ നോക്കി നിൽക്കുകയാണ്. കവാക്കിക്കാണെങ്കിൽ ചത്താ മതിയെന്നാവും. അവൻ എവിടേക്കൊക്കെ ഓടിയിട്ടും നറൂട്ടോയുടെ മുൻപിൽ നിന്ന് അവനെ കൊണ്ട് രക്ഷപ്പെട്ടു പോകാൻ കഴിയുന്നില്ല. നറൂട്ടോ ആണെങ്കിൽ സിമ്പിളായിട്ട് ചോദിക്കും, നിന്റെ ഓട്ടോ ഒക്കെ കഴിഞ്ഞോ? അങ്ങനെ കഴിഞ്ഞെങ്കിൽ നമുക്ക് വീട്ടിലേക്ക് പോയാലോ? അവന് കാര്യം പിടികിട്ടും. നറൂട്ടോയുടെ മുൻപിൽ വെച്ച് അവനെ കൊണ്ട് എവിടേക്കും ഓടി രക്ഷപ്പെടാനായിട്ട് കഴിയില്ല. നറൂട്ടോ ഇല്ലാത്ത സമയത്ത് മാത്രമേ എസ്കേപ്പ് ആവാൻ കഴിയൂ. സോ വേറെ വഴിയില്ലാതെ അവനാണെങ്കിൽ നറൂട്ടോയുടെ കൂടെ വീട്ടിലേക്ക് വരികയാണ്. നറൂട്ടോ എല്ലാ കാര്യങ്ങളും ഓൾറെഡി ഹിനട്ടയോട് പറഞ്ഞിട്ടുണ്ട്. ഹിനട്ടയും നറൂട്ടോയും അവനോട് ഒരുപാട് കാര്യങ്ങൾ ചോദിക്കും. അതിനവനാണെങ്കിൽ ടെൻഷനായിട്ട് പറയും, നിങ്ങൾ കരുതും പോലെ ഞാൻ കാരയുടെ ആളൊന്നും അല്ല, എനിക്ക് അവനെക്കുറിച്ച് യാതൊന്നും അറിയില്ല, എന്നിൽ നിന്ന് യാതൊരു ഇൻഫർമേഷൻസും നിങ്ങൾക്ക് കിട്ടാനായിട്ട് പോകുന്നില്ല. എനിക്ക് നന്നായിട്ട് അറിയാം, നിങ്ങളും ആ കാരായ പോലെ തന്നെയാണ്. എൻ്റെ പവറിന് വേണ്ടിയാണ് നിങ്ങളും എന്നോട് സ്നേഹം കാണിച്ച് എന്നോട് അടുത്ത് കൂടുന്നതെന്ന് അവൻ തീർത്തു പറയും. അടുത്ത നിമിഷം ഹേമാവരിയും ബൊറൂട്ടോയും അവർ രണ്ടുപേരും ഇപ്പൊ ഡോറൊക്കെ തുറന്ന് അകത്തേക്ക് വരും. ബൊറൂട്ടോ ആണെങ്കിൽ കവാക്കിയെ കണ്ട് ഷോക്കാവും. അതിന് നറൂട്ടോ പറയും, ഇനി മുതൽ ഈ കവാക്കി നിന്റെ ഫ്രണ്ടാണ്, അവൻ നമ്മുടെ വീട്ടിൽ സേഫ് ആയിരിക്കും. ബൊറൂട്ടോയ്ക്ക് ആണെങ്കിൽ ആദ്യം അത് ഒട്ടും ഇഷ്ടാവില്ല. പക്ഷെ അത് പപ്പയുടെ ഡിസിഷൻ ആയതുകൊണ്ട് തന്നെ അവൻ മറുത്തൊന്നും പറയാതെ അത് ആക്സെപ്റ്റ് ചെയ്യും. കവാക്കി ആണെങ്കിൽ ബൊറൂട്ടോ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങും. അതിൽ കാലി കയറിയ ബൊറൂട്ടോ അവന്റെ ഷർട്ടിൽ പിടിച്ച് വലിക്കും. അത് കണ്ട് നറൂട്ടോ ആണെങ്കിൽ കാര്യം വഷളാവുമെന്ന് മനസ്സിലാക്കി ബൊറൂട്ടോയെ ഒരു ഭാഗത്തേക്ക് കൊണ്ടുവന്ന് കാര്യങ്ങളെല്ലാം അവന് പറഞ്ഞു മനസ്സിലാക്കുകയാണ്. ബൊറൂട്ടോ ആണെങ്കിൽ ഇപ്പൊ നറൂട്ടോയെ ചേർത്ത് പിടിക്കും. വർഷങ്ങൾക്ക് മുൻപ് ഇതുപോലെ തന്നെയാണ് ഈ ഗ്രാമത്തിലുള്ള എല്ലാവരും എന്നെ ഒറ്റപ്പെടുത്തിയത്. അവനെ കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് ഓർമ്മ വരുന്നതെന്ന് പറയും. അത് കേട്ട് ബൊറൂട്ടോ സ്ട്രെയിറ്റ് ആയിട്ട് നടന്നു വന്ന് കവാക്കിയോട് സംസാരിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കവാക്കിക്കാണെങ്കിൽ ബൊറൂട്ടോട് സംസാരിക്കാൻ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ല. അവൻ ചാടി എഴുന്നേറ്റ് അവിടെ ഉണ്ടായിരുന്ന ടേബിള് അത് തല്ലി പൊട്ടിക്കുകയാണ്. ഹേമാവരി ആണെങ്കിൽ ആ ടേബിളിന്റെ അടുത്തേക്ക് ഓടിയെത്തും. കാരണം അവൾ ഉണ്ടാക്കിയ പവർ വേസ് അത് ആ ടേബിളിലായിരുന്നു ഉണ്ടായിരുന്നത്. അതും ആ ടേബിളിനോടൊപ്പം തകർന്നു പോയി. അവള് പോയ ബൊറൂട്ടോ ആണെങ്കിൽ അവന്റെ കോളറിൽ പിടിച്ചു വലിക്കും. നിനക്കത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ അനുജത്തി ഉണ്ടാക്കിയ ആ വേസ് തകർക്കും. അത് കേട്ട് കവാക്കി ആണെങ്കിൽ ഹേമാവരി ഒന്ന് നോക്കും. അവളാണെങ്കിൽ സങ്കടത്തിൽ കരയാണ്. കുറ്റബോധം തോന്നിയ കവാക്കി ആണെങ്കിൽ ഇപ്പൊ അവളോട് സോറി പറയും. അത് കണ്ട് നറൂട്ടോ ചിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.